പ്രിയ കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ അകത്താണ്. പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്ത് 20 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച വഴിയിടം എന്ന് പറയുന്ന ടേക്ക് എ ബ്രേക്ക് എന്ന് പറയുന്ന കെട്ടിടമാണ്. ഈ പുതുപ്പള്ളി ബസ് സ്റ്റാൻഡിൻ്റെ അകത്ത് വരുന്ന ആൾക്കാർക്ക് പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ വേണ്ടിയുള്ളൊരു സ്ഥാപനമായിരുന്നു. ഇതിപ്പം ഒരാഴ്ചയായിട്ട് അടച്ചു പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് തുറക്കുന്നതും കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ തന്നെ നമ്മുടെ കൈതപ്പാടത്ത് ഒരു ടേക്ക് എ ബ്രേക്ക് ഉണ്ട്, അതും പൂട്ടിയ നിലയിലാണ്. ഇതുകൊണ്ട് ഒരുപാട് ആൾക്കാർ, ഈ ബസ് സ്റ്റാൻഡിൽ വരുന്ന സ്ത്രീകളടക്കം ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇതിന് ഒരു പരിഹാരം കാണാൻ വേണ്ടി ആരെക്കൊണ്ട് സാധിക്കുന്നില്ലെന്ന് പറയുമ്പം ഇവിടുത്തെ അവസ്ഥ വളരെ കഷ്ടമാണ്. ഇത് പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ വികസനം എങ്ങും എത്താത്ത ഒരു ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. പുതുപ്പള്ളിയിൽ ആകെക്കൂടിയുള്ള ഒരു ബസ് സ്റ്റാൻഡാണ്. ഇവിടെ വരുന്ന ആൾക്കാർക്ക് പ്രാഥമിക സൗകര്യത്തിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് 20 ലക്ഷം രൂപ മുടക്കി നിർമ്മിച്ച ടേക്ക് എ ബ്രേക്കാണിത്. ഇത് ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഇത് തുറന്നത്. ഒരു കുടുംബശ്രീക്കാർക്ക് ഇത് വാടകയ്ക്ക് കൊടുത്തു. അവർക്കാണ് ഇതിൻ്റെ നടത്തിപ്പ് കാര്യങ്ങളെല്ലാം അവർക്ക് വേണ്ടിയാണ്. അവർ ഇവിടെ കടയൊക്കെ തുടങ്ങിയതാണ്. ചെറിയ രീതിയിൽ കച്ചവടമൊക്കെ ആരംഭിച്ചു. എന്നാൽ അവർ ഇട്ടിട്ട് പോയി. അതിനുശേഷം വീണ്ടും അടച്ചു പൂട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ ഒരാഴ്ചയായി ഇത് അടച്ചു പൂട്ടിക്കാൻ. അപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർ മുഴുവൻ ഈ വഴിയിലാണ്. ഇത് ഒരുപാട് ആൾക്കാർ ഈ ഇതിലെ കുറച്ച് വീട്ടുകാരൊക്കെ ഉണ്ട്. ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് അവർ ഇതിലെയാണ് പോകുന്നത്. ഇവിടെയാണ് ഈ ആൾക്കാർ മുഴുവൻ മലമൂത്ര വിസർജനം മുഴുവൻ നടത്തുന്നത്. നിങ്ങൾക്കറിയാം ഈ ബസ് സ്റ്റാൻഡിൽ വരുന്ന എന്തുമാത്രം ആൾക്കാരാണ് വരുന്നത്. ബസ് സ്റ്റോപ്പിൽ ഇവർക്ക് ഒന്ന് പ്രാഥമിക സൗകര്യം നിർവഹിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഇപ്പം മാറിയിരിക്കുന്നത്. ഒന്നെങ്കിൽ ഇവിടെ ആരെയെങ്കിലും ഇതിന് ചുമതലപ്പെടുത്തി താക്കോലും കൊടുത്ത് ബാക്കിയുള്ള എല്ലാ സൗകര്യമുണ്ട്. ഇവിടെ വെള്ളമില്ലാഞ്ഞ ഈ അടുത്ത കാലത്താണ് ലക്ഷങ്ങൾ മുടക്കി ബോർവെല്ല് സ്ഥാപിച്ചത്. അങ്ങനെ ഒരുപാട് പൈസ മുടക്കി 25 ലക്ഷം രൂപ അടുത്തോളം ഇപ്പോൾ ഇതിനായിട്ടുണ്ട്. ഒരു പ്രയോജനവുമില്ലാത്ത രീതിയിൽ ഇതാകുക എന്ന് പറയുന്നത് വളരെ കഷ്ടമാണ്. കാരണം ഇവിടെ ഇവിടെ ഈ കവലയിലുള്ളവരെ സംബന്ധിച്ച് അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മൂത്രമൊഴിക്കാനും ഒക്കെ പോകാൻ പറ്റും. ഇവിടെ ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ബസ്സിൽ ഇറങ്ങിയ ആൾക്കാർക്ക് അതുപോലെ തന്നെ ഇവിടെയാണ് കൂടുതൽ ആൾക്കാർ മൂത്രമൊഴിക്കുന്നത്. ഇവിടം കിടക്കുന്ന നിങ്ങളൊന്ന് കണ്ടു നോക്കിയേ. നമ്മൾ ശുചിത്വ കേരളം എന്നൊക്കെ പറയുമ്പം നമ്മളത് പ്രാവർത്തികമാക്കിയിട്ട് വേണം പറയാൻ വേണ്ടി. ഇത് കണ്ടോ, ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ കെട്ടിടത്തിൻ്റെ അവസ്ഥയാണ്. ഇവിടെ മലമൂത്ര വിസർജനം നടത്തുന്ന മൂലം ഇവിടെ മഴ പെയ്യുമ്പോഴത്തേന് ഈ വെള്ളം മുഴുവൻ സമീപത്ത് ഒരു കടയുടെ തിണ്ണയിലേക്കാണ് ഈ വെള്ളം മുഴുവൻ ഒഴുകുന്നത്. അത് തന്നെയല്ല, ഇവിടെ നിൽക്കാൻ മേല. എനിക്ക് ഒരുപാട് ഇവർ പറയുന്ന പരാതികൾ കേട്ട് കഴിയുമ്പോഴത്തേന് അത് തന്നെയല്ല, ഇവിടെ മൂത്രം ഒഴിക്കാൻ വരുന്നവർ ഇവിടെ ഈ കട നടത്തുന്നവർ മൂത്രം ഒഴിക്കരുതെന്ന് പറയുമ്പോഴത്തേന് അവരോട് അസഭ്യം പറയുമെന്ന് പറഞ്ഞാൽ ആ ഒരു പ്രായമുള്ള അമ്മ ആണ്, ഒരു 10-70 വയസ്സടുത്തുള്ളത്. അവരോട് പറയുന്നത് വർത്താനം എന്ന് പറയുന്നത് നമുക്ക് ഈ ചാനലിൻ്റെ അതോടെ പറയാൻ പറ്റില്ല. അത്രയ്ക്കും വൃത്തികെട്ട ഭാഷയാണ് അവരോട് പറയുന്നത്. അവർ അമ്മയുടെ പ്രായമുള്ള സ്ത്രീയോട് പറയുന്നതാണ്. അതുപോലെ ഈ കടയാണ് അവർ നടത്തുന്നത്. ഈ കടയുടെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കടയുടെ തിണ്ണയിലോട്ട് മുഴുവൻ ഈ മൂത്രം വെള്ളം വന്ന് കയറുകയാണ്. അതുപോലെ തന്നെ ഈ കടയ്ക്കകത്ത് ഇതിപ്പം തുറക്കുന്നില്ല. ഇത് പഞ്ചായത്തിൻ്റെ ഒരു മുറിയാണ്. അതിൻ്റെ അകത്തോട്ട് ഇവിടെ നിന്നുള്ള വെള്ളം മുഴുവൻ വന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പല പ്രാവശ്യം പഞ്ചായത്തിൽ പരാതി പറഞ്ഞു. അതുപോലെ ഇവിടുത്തെ കോൺട്രാക്ടറോട് പരാതി പറഞ്ഞു. അതുപോലെ തന്നെ തൊട്ട് സമീപത്തൊരു ബേക്കറിയാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവർ പറയാം, എൻ്റെ പൊന്നു ചേട്ടാ ഇവിടെ ഇരിക്കാമെന്ന് പറയും. അതിൻ്റെ തൊട്ട് മുകളിൽ കുടുംബശ്രീയുടെ ഒരു ഹോട്ടലാണ്. ഈ ഹോട്ടലിൻ്റെ ഇതിൽ ഞാൻ ഈ പറയുന്ന നുണയാണ്. നിങ്ങൾ ആരെങ്കിലും ഇവിടെ ഒന്ന് കയറിയിട്ട് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൻ്റെ അകത്ത് വ്യത്യാസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ പറയാം. കാരണം അത്രയ്ക്കും ദുർഗന്ധമാണ് ഈ ഹോട്ടലിലെ അവസ്ഥ. ഇവിടെ 2 ബാത്റൂമുണ്ട്. ഇത് ഇവരിപ്പം ഇവിടെ ഈ ഹോട്ടൽ നടത്തുന്നതുകൊണ്ട് അവർ അത്യാവശ്യം വൃത്തിയാക്കിയൊക്കെ ഇട്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ വരുന്നവർക്കല്ലേ ഈ ബാത്റൂം ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. ഇവിടെ 2 ബാത്റൂമുണ്ട്. ആ താഴെയുള്ള കടക്കാർ വരെ ചിലപ്പോൾ ഇവിടെ പോകുന്നതെന്നാണ് അവർ പറയുന്നത്. നിങ്ങളെല്ലാം ഒപ്പിട്ട് കൊടുത്താ എന്നിട്ട് പോലും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. അതുപോലെ ഇവിടെ 2 ബെഞ്ചുണ്ട്. ഈ ബെഞ്ചിൽ ഇവിടെ ഷാപ്പിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് കുടിയും കഴിഞ്ഞ് അവിടെ വന്ന് ഇതുണ്ട്. പഞ്ചായത്ത് ഇവിടെ മാലിന്യം ഇടാൻ വേണ്ടി വെച്ചതാണ് ഈ സാധനം. അത് അവിടെ ഉള്ള ആൾക്കാർ തന്നെ തല്ലി പൊട്ടിക്കുന്നത് കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഇവർക്കെല്ലാം അറിയാം. അതുപോലെ പൊതുജനങ്ങൾക്ക് ശീതീകരിച്ച കുടിവെള്ളമെന്നും പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇവിടെ വെള്ളം വന്നിട്ട് വർഷങ്ങളായി.
ഇത് യാതൊരു പ്രയോജനവും ഇല്ലാതെ അതവിടെ കിടക്കുന്നു. അതിൻ്റെ തൊട്ട് മുകളിലാണ് പുതുപ്പള്ളിയിലെ അക്ഷയ കേന്ദ്രം. ഇവിടെ 2 ബാത്റൂമുണ്ട്. അത് നിങ്ങളെ ഞാൻ കാണിക്കാം. ഈ അക്ഷയക്കകത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. അവരുടെ ചെരുപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതുണ്ട്, പുതുപ്പള്ളിയിലെ അക്ഷയ കേന്ദ്രമാണ്. ഇവിടെ വരുന്ന ആൾക്കാരെല്ലാം പ്രാഥമിക സൗകര്യം നിർവഹിക്കുന്നത് ഈ ബാത്റൂമിലാണ്. എനിക്കിപ്പോൾ ഇവിടെ നിൽക്കാൻ മേല. ഞാൻ ഇവിടെ നിൽക്കുമ്പം അത്രയ്ക്ക് സ്മെല്ലാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തെ ദൃശ്യങ്ങളൊന്ന് നിങ്ങൾ കാണുക. അപ്പം ഇവിടെ ഈ 2 ബാത്റൂം കൂടാതെ തൊട്ടടുത്ത ബിൽഡിങ്ങിൻ്റെ അകത്ത് അവിടെയും 2 ബാത്റൂം. അപ്പം 2 2 4. അതുപോലെ തന്നെ ടേക്ക് എ ബ്രേക്കിൻ്റെ അകത്ത് 2 6 ബാത്റൂമുണ്ട്. പക്ഷെ 6 ബാത്റൂമിൻ്റെ അകത്ത് ഒരു മനുഷ്യന് കയറാൻ പറ്റുകയില്ലെന്ന് പറയുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെ പ്രാഥമിക സൗകര്യം നിർവഹിക്കും? എ ഗ്രേഡ് പഞ്ചായത്ത് പുതുപ്പള്ളി. ഈ അക്ഷയയിലെ ജീവനക്കാർ മുഴുവൻ പെൺകുട്ടികളാണ്. ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് മൂക്ക് പൊത്തിയാണ് അവർ ഈ ബാത്റൂമിൻ്റെ അകത്ത് കയറുന്നതെന്ന് പറഞ്ഞ്, സഹി കെട്ടാന്ന് പറഞ്ഞ് അവരവിടെ ഇരുന്ന് കരയുക. കാരണം അവർക്ക് വേറെ ഒരു നിർവാഹമില്ല, വേറെ വെളിയിലോട്ടെങ്ങും ബാത്റൂമിൽ പോകാനുള്ള സൗകര്യം ഇല്ല. അതുപോലെ തൊട്ട് താഴത്തെ ബേക്കറിയിൽ നിൽക്കുന്ന സ്റ്റാഫുകൾ അവരും 2 ലേഡീസാണ്. അവർ ഉപയോഗിക്കുന്ന ഈ ബാത്റൂമാണെന്ന് പറഞ്ഞ് അവരും എന്നോട് പറഞ്ഞു ഒരു വിധത്തിൽ അവിടെ ഇപ്പോൾ കയറാൻ മേല. അത്രയ്ക്ക് അവർ അതുപോലെ സഹിച്ചാണ് അവർ ആ ബാത്റൂമിൽ കയറുന്നത്. ഒന്ന് ഓർത്ത് നോക്കി, ഇതിനൊക്കെ പഞ്ചായത്ത് മറ്റുള്ളതിനൊക്കെ എന്തുമാത്രം പൈസ ചിലവാക്കുന്നു. ഇതൊന്ന് വൃത്തിക്ക് ഇടാനോ, ഇവിടെ ജോലിക്കാരുണ്ട്, പഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിൻ്റെ അകത്തെ കാര്യങ്ങൾ നോക്കാനോ ഒന്നും സൗകര്യമില്ല. ഈ 6 ബാത്റൂം ഉണ്ടായിട്ട് ഒരു ബാത്റൂമിൽ പോലും കയറാൻ പറ്റുകയില്ലെന്ന് പറയുമ്പോഴത്തേനൊന്ന് ഓർത്ത് നോക്കിയേ. അതുപോലെ പഞ്ചായത്തിലെ അവരുപയോഗിക്കുന്ന മെമ്പർമാരും ഒക്കെ ഉപയോഗിക്കുന്ന ബാത്റൂം ഒരു ദിവസം വൃത്തികേടാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ബഹളം വെക്കത്തില്ലേ? പൊതുജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി മന്ത്രി ഉദ്ഘാടനം ചെയ്ത ടേക്ക് എ ബ്രേക്ക് പൂട്ടി. ഒരു ബാത്റൂം പോലും പൊതുജനങ്ങൾക്ക് കയറാൻ പറ്റില്ലാത്ത അവസ്ഥയിലാണ്. കടയിലെ ജോലിക്കാരെ സ്ത്രീകളാണെങ്കിൽ അവർക്ക് പ്രാഥമിക ആവശ്യത്തിനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കണമെന്നുള്ളതാണ്. അതില്ലാതെ വന്നുകൊണ്ടാണ് ഇത് കാണുന്നത്. ഇവർ ഒരാഴ്ചക്കുള്ളിൽ ഇത് ശരിയാക്കിയില്ലെന്നെങ്കിൽ ഞാൻ ഇവരെ കൊണ്ട് ഒപ്പിടിച്ച് ഇത് രേഖാമൂലം ബന്ധപ്പെട്ട അധികാരിയുടെ മുന്നിലേക്ക് എത്തിക്കുന്നതാണ്.